തൃശ്ശൂരിലേക്ക് പോകല്ലേ. തൃശ്ശൂരിൽ ഷഫീദ് റാവുത്തറും വിപിൻ സി വിജയനുമുണ്ട്. ഷഫീദ്, തൃശ്ശൂരിലും വലിയ ആവേശമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇത്തവണ NDA ലക്ഷ്യം വെക്കുന്നതിൽ ഒന്നാണ് തൃശ്ശൂർ പാലക്കാടുണ്ട്. അവിടെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ്. ഈ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ അവിടെ കലൂരിൽ സംസാരിച്ചപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസംഗവും രാഷ്ട്രീയ ആരോപണങ്ങളും ഒക്കെ ആയിരുന്നു. ഈ വാഗ്ദാനങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ വലിയ വാഗ്ദാനങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു അന്ന് പ്രധാനമന്ത്രി അവിടെ സംസാരിച്ചത്. കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്നുണ്ട് ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ വരവിനെ. എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്? അത്തരം വാഗ്ദാനങ്ങൾ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇനി കേവലം 10 ദിവസം പോലും മാത്രമേ ബാക്കിയുള്ളൂ ഈ ജനവിധിക്ക് എന്നുള്ളപ്പോൾ ഈ വരവിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ തൃശ്ശൂരിലെ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ, അവിടുത്തെ NDA ക്യാമ്പിന്റെ ആവേശം എന്താണ്? ഉറപ്പായിട്ടും രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ വരവെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമായും നമുക്കറിയാം, കേരളത്തിൽ തന്നെ BJP ലക്ഷ്യം വെക്കുന്നത് നേമവും വട്ടിയൂർക്കാവും മഞ്ചേശ്വരം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തവണ പാലക്കാടും തൃശ്ശൂരും അവരുടെ A ക്ലാസ് മണ്ഡലത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാടും തൃശ്ശൂരും അങ്ങനെ ഒരു രാഷ്ട്രീയമായ പ്രചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പുത്തരിക്കണ്ടത്തും കലൂരും കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ അവിടുത്തെ പൊതുയോഗങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണം എന്ന രീതിയിൽ തന്നെയാണ് BJP അതിനെ അവതരിപ്പിച്ചത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും പാലക്കാട്ടെ പൊതുയോഗത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി പുത്തരിക്കണ്ട മൈതാനിയിൽ നടത്തിയ 5 പദ്ധതി എന്നതിനപ്പുറത്തേക്ക് അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി BJPയുടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. തൃശ്ശൂരിലും വലിയ ആവേശമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ തൃശ്ശൂരിലെ എക്സിറ്റ് പോയിന്റ് ആണ്. അതായത് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്ന എക്സിറ്റ് പോയിന്റ് ആണ്. 4:15 പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഈ കുട്ടനല്ലൂർ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ ഹെലിപ്പാഡിൽ എത്തുമെന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളായിരിക്കും അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുക. അവിടുന്ന് റോഡ് മാർഗം സ്വരാജ് റൌണ്ടിലേക്ക് എത്തും. റൌണ്ടിൽ ജില്ലാ ജനറൽ ആശുപത്രി പരിസരം മുതൽ ബിനി ഹെറിറ്റേജ് വരെ 900 മീറ്റർ റോഡ് ഷോ ആയിരിക്കും ഉണ്ടാവുക. ജനങ്ങളെ 5 വരികളിലായി നിർത്തും. വിവിധ കലാരൂപങ്ങളടക്കം അകമ്പടിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് അണിനിരത്തുമെന്ന് BJP ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 900 മീറ്ററിൽ ഏതാണ്ട് 50,000-ഓളം ആളുകൾ പങ്കെടുക്കും ഇരുഭാഗങ്ങളിലുമായി എന്നുള്ളതും BJP ഒരു പ്രതീക്ഷയെ വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലടക്കം ഇളക്കിമറിച്ചുള്ള ഒരു പ്രചരണത്തിലേക്ക് BJP കടക്കുന്ന ഒരു ഘട്ടമായി ഇത് മാറുകയും ചെയ്യും. ഇന്ന് രാവിലെ പത്മജ വേണുഗോപാലുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയാണ്. അവർ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി തൃശ്ശൂരിൽ വിജയസാധ്യത ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.